ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് മീൻ പൊള്ളിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം മീൻ പൊള്ളിക്കാൻ ആദ്യം തന്നെ ഫിഷ് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനുള്ള മസാലകൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഓവർ വെള്ളം പോലെ ആക്കാതെ ശ്രദ്ധിക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഏതാണോ മീൻ പൊള്ളിക്കാൻ വെച്ചിരിക്കുന്നത് അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി നമുക്ക് ആ മീനിലോട്ടേക്ക് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പം മീനിൻ്റെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. മസാല തേച്ചിട്ട് കുറച്ച് നേരം വെക്കുക. അപ്പോൾ നന്നായിട്ട് അതിൽ മസാല പിടിച്ചോളും. അപ്പോൾ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നന്നായി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ മീൻ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏതാണോ മീൻ ഇഷ്ടം ആ മീൻ തന്നെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മീൻ പൊള്ളിച്ച് ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ആ എണ്ണയിലോട്ടേക്ക് അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ മസാല ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് സവാള എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരണം, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് പൗഡറുകൾ ചേർക്കണം. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സുർക്കക്ക് പകരം നമ്മൾ ചെറുനാരങ്ങ നീര് എടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് എന്താ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മസാല പരിപാടി. അപ്പോൾ നമ്മൾ ഫിഷ് പൊള്ളിച്ചതിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു വാഴയില എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല കുറച്ചെടുത്തിട്ട് ആ ഇലേൻ്റെ മേലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് മീനിട്ട് കൊടുക്കാം.
നമുക്ക് മസാല കുറച്ച് ഇഷ്ടമുള്ളെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. മസാല നല്ലോണം ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പം ഞാനിവിടെ വാഴയിൽ പൊതിഞ്ഞതിന് ശേഷം ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് പൊതിയുന്നുണ്ട്. നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ പാന് ചൂടാക്കിയിട്ടാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഫുള്ള് കവർ ചെയ്തതിന് ശേഷം നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് രണ്ട് ഭാഗവും ഒന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ആ വാഴയിലേൻ്റെ ടേസ്റ്റും മസാലയൊക്കെ ആ ഫിഷിൽ പിടിക്കുന്നത് വരെ കുറച്ച് നേരം വെച്ചാൽ മതി. രണ്ട് ഭാഗവും മാറി മാറി ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ഫിഷ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ മീൻ പൊള്ളിച്ചത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് തുറന്നു നോക്കാം. ആ വാഴയിലേൻ്റെ ടേസ്റ്റും ആ മസാലയും ഒക്കെ കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.